ഇപ്പൊ ഈ തങ്ങന്മാരെന്ന് പറയുമ്പോൾ ബാഫക്കി തങ്ങന്മാര്, ജിഫ്രി തങ്ങന്മാര്, ബാലവികള്, ഈ പാണക്കാട് കുടുംബം. അപ്പൊ ഇവരിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠരാരാണെന്ന് തങ്ങന്മാർക്കിടയിൽ ഒരു ചെറിയ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനമായി മാറിയത് ഈ തങ്ങന്മാരാണല്ലോ. മമ്പറം തങ്ങന്മാർക്കുള്ള റോള് കാരണം അതുകൊണ്ടാണല്ലോ എൻറ്റയർ ഫാമിലിയെ അവിടെ നിന്ന് നാട് കടത്തിക്കളഞ്ഞത്. പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ കോണ്ടാക്ട് അന്ന് തുടങ്ങിയത് ഇന്നും ആ ആ ഒരു പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു തെളിവാണ്. ഇപ്പൊ ഷെയ്ഖ് ഉമർ ഹബീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഇനി നമ്മൾ ഈ പിന്നെ ഉള്ളത് നമുക്ക് അറിയാവുന്ന ഒരു തങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യമനി പാരമ്പര്യം പറയാവുന്നതാണ് ബാഫക്കി തങ്ങൾ. ഉം. ഈ ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാല് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു ബാഫക്കി തങ്ങളുടെ. ഇതുപോലെ തന്നെ ഈ തങ്ങന്മാർ വന്നതിന് ശേഷം ഏതാണ്ട് അദ്ദേഹത്തിന്റെ പ്രപിതാവ് വരുന്നത് 1780-ലോ 1770 ആ സമയത്താണ് ഈ ബാഫക്കി തങ്ങളുടെ പിതാമഹനായിട്ടുള്ള ആളുകൾ അവരും ഹദറമൗത്തിൽ നിന്ന് തന്നെയാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കുടുംബം അന്ന് മുതൽ തന്നെ ഭയങ്കര, അവരാദ്യം വരുന്നത്, അവർ വന്ന് സെറ്റിൽ ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. അതുകൊണ്ടാണ് ഈ ബാഫക്കി തങ്ങന്മാരെ കൊയിലാണ്ടി തങ്ങന്മാരെന്ന് പറയുന്നത്. അപ്പൊ അതില് പിന്നെ അവിടെ വന്ന് തന്നെ അവർ വിവാഹമൊക്കെ കഴിച്ച് അത് ചെയ്തിട്ട് ആ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് ആ, അബ്ദുൽ ഖാദർ ബാഫക്കി എന്ന് പറഞ്ഞൊരു തങ്ങൾ. ഈ അബ്ദുൽ ഖാദർ ബാഫക്കി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ബിസിനസ്സുകാരനായിരുന്നു. എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ വാപ്പ. ബാഫക്കി തങ്ങൾ നമ്മളെന്ന് വിളിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന ബാഫക്കി തങ്ങളെയാണ്. EMSന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിന്റെ ഐക്യ ചർച്ചകൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ബാഫക്കി തങ്ങൾ. ഈ ബാഫക്കി തങ്ങളെയാണ് അരിക്കാരൻ തങ്ങൾ എന്നും പറയുന്നത്. അന്നത്തെ ഹോൾസെയിൽ അരി വ്യാപാരം നടത്തിയിരുന്നത് ഈ ബാഫക്കി തങ്ങളായിരുന്നു. ഈ ബാഫക്കി തങ്ങളാണ് ചന്ദ്രികയുടെ പ്രധാനപ്പെട്ട മാനേജിങ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ കഥ നമ്മുടെ അന്ന് ചന്ദ്രികയിൽ പ്രവർത്തിച്ചിരുന്ന നമ്മുടെ പ്രശസ്ത ചിന്തകനും എഴുത്തുകാരനുമൊക്കെ എന്നെ കരീം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ഉം. അപ്പം CHന്റെ ഒക്കെ കാലത്ത് പോലും ബാഫക്കി തങ്ങള്, ഈ ബാഫക്കി തങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ബാഫക്കി തങ്ങൾ എന്നും ചന്ദ്രികയിൽ വരും. ചന്ദ്രികയിൽ വന്നിട്ട് ചന്ദ്രികയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ പിന്നെ ഇവരുടെ അടുത്തൊക്കെ ചോദിക്കും. അപ്പൊ ഇവര് ഓരോ സാധനങ്ങൾ ഈ ടെലിപ്രിന്റിൽ വരുന്ന കാര്യങ്ങളും ഒക്കെ ഈ ബാഫക്കി തങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. ബാഫക്കി തങ്ങൾ നോക്കും. പക്ഷേ ഭയങ്കര സമ്പന്നനായിരുന്നു. ആ സമ്പത്ത് അദ്ദേഹം ലീഗിന്റെ വളർച്ചയ്ക്കും പിന്നെ അരിക്കാരൻ തങ്ങൾ എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ഇതും ഈ പറഞ്ഞ സയ്യിദ് വംശത്തിൽപ്പെട്ട, അഥവാ യമനിലെ ഹളറമൗത്തിൽ നിന്ന് ഇവിടെ വന്ന ആ പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. ഉം. ഈ പറഞ്ഞ പിന്നെ ആ, ഈ ആ, ഈ പറഞ്ഞ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതാവ് അതിലും വലിയ സമ്പന്നനായിരുന്നു. ഈ അബ്ദുൽ ഖാദർ, അദ്ദേഹം സിലോണിൽ, ഇവർക്കെല്ലാം വലിയ ബന്ധങ്ങളാണ്. വിവാഹമൊക്കെ ചിലപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്നായിരിക്കും, ചിലപ്പോ പിന്നെ ശ്രീലങ്കയിൽ നിന്നായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള വലിയ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നല്ല സമ്പത്തും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വന്ന വേറൊരു യമനി വംശജരാണ് ബറാമികൾ എന്ന് പറയുന്നത്. ബറാമികൾ പക്ക ബിസിനസ്സുകാരാണ്. ഉം. അവരൊക്കെ ഇപ്പോൾ കുറ്റിയേറ്റ് പോയി. ഇതെല്ലാം നമ്മളെ കുറ്റിച്ചിറ കോഴിക്കോട് ഭാഗത്ത് പോയാൽ നമുക്ക് കാണാം ഈ ബറാമികള് അവര് വരുന്നു, ഇവിടെ നല്ല ബിസിനസ് ഒക്കെ നടത്തി. പിന്നെ എനിക്ക് തോന്നുന്നു അലി ബറാമി, മുഹമ്മദ് ബറാമി എന്നൊക്കെ പലരും സുഗന്ധദ്രവ്യങ്ങളോ? കേട്ടിട്ടുണ്ടാവും. എന്ത് തരം ബിസിനസ് അവർ ചെയ്യുന്നത്? സുഗന്ധദ്രവ്യങ്ങളുടെ ആണോ ബിസിനസ് എന്ന് പറയുമ്പോ? സുഗന്ധദ്രവ്യങ്ങളല്ല, സുഗന്ധദ്രവ്യങ്ങൾ മാത്രമൊന്നുമല്ല. ഈ ബറാമികളൊക്കെ അവിടെ നിന്നുള്ള സംഗതികൾ പിന്നെ പലതും ഇവിടെയും എത്തിക്കും. ഇപ്പോഴും നമുക്ക് കോഴിക്കോട് പിന്നെ പിന്നെ ബറാമികൾ നിർമ്മിച്ച പള്ളി, ആ, അതൊക്കെ ഇപ്പൊ നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിന്റെ അടുത്തായിട്ട് കാണാം, ബറാമി മസ്ജിദ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ബറാമികളും യമനിൽ നിന്ന് തന്നെ വന്നവരാണ്. അവർ പക്ഷേ ഇതുപോലുള്ള ആത്മീയ സംഭവങ്ങളൊന്നും അവരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പിലേക്കൊന്നും അവരെ നമ്മൾ പിന്നെ കാണാൻ പറ്റില്ല. പക്ഷെ അവര് നല്ല ബിസിനസ് ചെയ്തിരുന്നു. ഇവിടെ നിന്ന് സുഗന്ധദ്രവ്യങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതും അതിലുപരി ഒരുപാട് സാധനങ്ങൾ അവരുടെ ബറാമികളുടെ നല്ല സമ്പത്തുള്ളവരായിരുന്നു. പിന്നെ അതിലെ എനിക്ക് തോന്നുന്നു അതിലെ ഒരു ബറാമി ഈ ജിഫ്രി കുടുംബവുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഈ ജിഫ്രി ഹൗസിനോട് ചേർന്ന് ഈ ഷെയ്ഖ് ജിഫ്രിയുടെയൊക്കെ മക്ബറ ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും ചെന്നാൽ ഭയങ്കര രസമാണ്. ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക് നമ്മളിന്ന് വിളിക്കുന്ന താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അങ്ങനെയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഈസ്റ്റ് യൂറോപ്പിൽ നിന്നൊക്കെയുള്ള വിളക്കുകള്, സ്ഫടികപാത്രങ്ങള്, അലങ്കാര വസ്തുക്കള് എല്ലാം ഈ ജിഫ്രി ഹൗസിൽ നമുക്ക് കാണാം. ജിഫ്രി ഹൗസിലെ ജനലുകളും ഗ്ലാസ് ജനലുകളും മറ്റും ഒക്കെ തന്നെ വിദേശ
നിന്ന് കൊണ്ടുവന്നതാണ് അന്ന് ഈ ജിഫ്രി ഹൗസിന്റെ നിർമ്മാണത്തിൽ. ഇപ്പോഴും അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. മനോഹരമായ ഒരു ഭവനമാണ് ഈ ജിഫ്രി ഹൗസ് എന്ന് പറയുന്നത്. ഉം. ആ പരമ്പരയിൽപ്പെട്ടതല്ല എങ്കിലും നമുക്ക് പറയാവുന്ന സംഗതിയാണ് ഈ പാണക്കാട് കുടുംബം എന്ന് പറയുന്നത്. പാണക്കാട് കുടുംബം ശരിക്കും പറഞ്ഞാല് അവരെ നമ്മൾ ഈ ബാ അലവികൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് അലി എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഖലീഫ, ആ അലിയുടെ കുടുംബവുമായി ചേർത്താണ് ഈ ബാ അലവി എന്ന് പറയുന്ന പ്രയോഗം വരുന്നത്. ഉം. അപ്പോ 18-ാം നൂറ്റാണ്ടിലാണ് ഈ കുടുംബത്തിൻ്റെയും ആളുകൾ കേരളത്തിലേക്ക് വരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇവർ വരുന്നത്. ഇവർ വളപട്ടണത്താണ് എത്തിയത്. അപ്പോൾ ഈ ആ, ബാഫക്കി തങ്ങളുടെ കുടുംബക്കാരെത്തിയത് പിന്നെ എവിടെയാണ്? കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടിയിൽ. ഈ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്ത് എത്തിയത് ഈ പറഞ്ഞ ജഫരി തങ്ങൾ. ആ ജഫരി തങ്ങന്മാരുള്ള ഒരു ഭാഗം പിന്നെ മമ്പുറത്തേക്ക് പോയി അവിടെ സെറ്റിൽ ചെയ്യുന്നു. ഇവര് ശരിക്കും പറഞ്ഞാൽ വളപട്ടണത്താണ് ആദ്യമായിട്ട് എത്തുന്നത്. വളപട്ടണത്ത് ആ പരമ്പരയിലെ ഏതാണ്ട് 34-മോ പരമ്പരയിലാണ് ഈ പറഞ്ഞ നബിയുടെ പരമ്പരയിലെ 33-34 പരമ്പരയിൽപ്പെട്ടതാണ് ഷിഹാബുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്നത്. ഉം. അപ്പൊ ആ ഷിഹാബുദ്ദീൻ തങ്ങളുടെ പിന്നെ മക്കളുടെ മക്കളുടെ മക്കളായിട്ട് വന്നതാണ് ഒരു പിന്നെ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഈ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ വളരെ പിന്നെ പ്രശസ്തനാണ്. ഈ വളപട്ടണത്ത് വന്ന ആ, ഒരു തങ്ങളുണ്ട് ഹുസൈൻ. ആ തങ്ങളുടെ മകൻ ഹുസൈൻ തങ്ങൾ, ഷിഹാബുദ്ദീൻ തങ്ങളുടെ മകൻ ഹുസൈൻ തങ്ങൾ. ഈ ഹുസൈൻ തങ്ങളുടെ പിന്നെ വിവാഹം എന്ന് പറയുന്നത് അറക്കൽ രാജകുടുംബത്തിൽ നിന്നാണ്. ഈ ഈ ഇവരുടെ വിവാഹം ഉം. ഞാൻ പറഞ്ഞില്ലേ, അവരെല്ലാം വന്നിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് വിവാഹം കഴിക്കുന്നത്. ഉം. അപ്പൊ ഈ ഹുസൈൻ തങ്ങളുടെ മകന്റെ പരമ്പരയിൽ വരുന്ന ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ ആറ്റക്കോയ തങ്ങൾ. ഈ ആറ്റക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാരുമായിട്ട് ഭയങ്കര ബ്രിട്ടീഷ് വിരോധിയും എല്ലാത്തിനും പിന്നെ ആ, പിന്നെ എന്താണ് വളരെ ചങ്കൂറ്റത്തോടു കൂടി അദ്ദേഹം അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ആ, ആറ്റക്കോയ തങ്ങള് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തെ കാരണം ഈ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ് പാണക്കാട് വന്ന് സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ ഈ പാണക്കാട് അവിടെ ഒരു മാളിയേക്കൽ തറവാട് എന്ന് പറഞ്ഞിട്ട് പാണക്കാട് വന്ന് സെറ്റിൽ ചെയ്തിട്ട് ഈ ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ മകന്റെ ആ പരമ്പരയിൽപ്പെട്ട മകനാണോ മകളാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആളാണ് പാണക്കാട് പൂക്കോയ തങ്ങൾ എന്ന് പറയുന്നത്. പാണക്കാട് പൂക്കോയ തങ്ങളുടെ മകനാണ് നമ്മുടെ പാണക്കാട് പൂക്കോയ തങ്ങൾ ലീഗിന്റെ ആ കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ ലീഗിന്റെ പ്രസിഡന്റായി. ബാഫക്കി തങ്ങൾ മറ്റൊരു തങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തങ്ങളായിട്ട് വരുന്നത് ഈ പറഞ്ഞ ആ, ഈ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. ഈ സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ബെല്ലാരിയിലോ മറ്റോ ജയിലിലൊക്കെ അടയ്ക്കുന്നുണ്ട്. ആ ഒരു സമര പാരമ്പര്യമുള്ള ഒരു കുടുംബവും കൂടെയാണ്. അത് അധികം ആളുകളും ഞാനെങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല. പാണക്കാട് തങ്ങളുടെ പിതാമഹനായിട്ടുള്ള ഹസൻ പൂക്കോയ തങ്ങള് ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുകൾ കാരണം അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ആ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് അദ്ദേഹം നിസ്കരിക്കണമെന്ന് പറയും. ഇത് തങ്ങന്മാർക്കിടയിൽ പ്രചരണത്തിലുള്ള ഒരു കഥയാണ് കേട്ടോ. അപ്പൊ നിസ്കരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിൻ അവർ അനുവദിച്ചില്ല. പക്ഷേ ആ ട്രെയിൻ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് അവിടെ നിന്നു. ട്രെയിൻ മുന്നോട്ട് പോകാതെ അവിടെ നിന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ കറാമത്താണ് എന്ന് എല്ലാവരും വിശ്വസിക്കും. ആ കുടുംബത്തിന്റെ പക്ഷെ ഈ പൂക്കോയ തങ്ങളുടെ കുടുംബത്തിൽ അന്ന് മുതൽ ഈ ചികിത്സാ സമ്പ്രദായമൊക്കെ തുടങ്ങിയത് ഈ ഈ സയ്യിദ് ഹസൻ പൂക്കോയ തങ്ങൾ. കാരണം ഇതേ അനുഭവമാണ് ഇപ്പോ പാണക്കാട് തറവാട്ടിൽ നമ്മൾ ചെന്നാൽ കാണുന്നത്. നാട്ടുകാർ ജാതി മതഭേദമന്യേ എല്ലാവരും അവിടെ തടിച്ചു കൂടുമല്ല. ഏതോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ഏതാണ് ഒരു ദിവസം എല്ലാവരും വരുന്നൊരു ദിവസം. അപ്പൊ അത് ഈ തങ്ങളുടെ കാലഘട്ടം മുതൽ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ഈ പൂക്കോയ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ആളാണ് പി എം എസ് പൂക്കോയ തങ്ങൾ. ഉം. ഈ ആറ്റക്കോയ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ടതാണ് പി എം എസ് പൂക്കോയ തങ്ങളുടെ മക്കളാണ് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള്, ഹൈദരലി തങ്ങള്, ഇപ്പോഴത്തെ നമ്മുടെ സാദിഖ് അലി തങ്ങൾ അടക്കമുള്ള ആളുകൾ പി.എം.എസ് പൂക്കോയ തങ്ങളുടെ മക്കളിൽപ്പെട്ടതാണല്ലോ. അപ്പൊ അതില് ശിഹാബ് തങ്ങളുടെ വാപ്പായാണ് ഈ പൂക്കോയ തങ്ങൾ. പൂക്കോയ തങ്ങളുടെ കാലഘട്ടത്തിലും ആളുകള് ഇപ്പം CH ആണല്ലോ അദ്ദേഹത്തെ, CHന്റെ കാലമാണല്ലോ, CH മുഹമ്മദ് കോയ സാഹിബ്
ലീഗിന്റെ പ്രസിഡന്റായി ഈ പൂക്കോയ തങ്ങളെ കൊണ്ടുവരുന്നതും. അങ്ങനെ ആ ആ, ആ സമയം മുതൽ, അതായത് ഞാൻ പറഞ്ഞ ഈ പൂക്കോയ തങ്ങളുടെ, ആറ്റക്കോയ തങ്ങളുടെ കാലം മുതൽ പൂക്കോയ തങ്ങളുടെ കാലം തൊട്ട് ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളുടെ കാലം വരെ നമ്മൾ നോക്കിയാൽ ഈ തറവാട്ടിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങളും വരികയും എല്ലാ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായം ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതില് ജിഫ്രി പരമ്പരയിൽപ്പെട്ട, പിന്നെ നമ്മുടെ ആ, ജിഫ്രി ഹൗസിന്റെ ജിഫ്രി തങ്ങള്, മമ്പുറത്തെത്തിയ മമ്പുറം തങ്ങന്മാര്, പിന്നെ ബാഫക്കി അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട തങ്ങന്മാര്, പാണക്കാട് പൂക്കോയ തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ഈ പാണക്കാട് കുടുംബം, പാണക്കാട് സാദാത്യങ്ങൾ എന്ന് എല്ലാവരും പൊതുവെ വിശേഷിപ്പിക്കുന്ന സാദാത്യങ്ങൾ എന്ന് പറയുന്ന തങ്ങന്മാരെ പൊതുവെ ബഹുമാന പുരസരം പറയുന്ന ഒരു പേരാണ്. അപ്പൊ അതില് ഈ സയ്യിദ് ഹസൻ തങ്ങൾ വരെയുള്ള ഇവരെല്ലാവരും തന്നെ യമനി വംശജരായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഉള്ള ചെറിയ ചെറിയ ചില വിഭാഗക്കാർ, അവരുടെ വിഭാഗം ഇന്ന് നിലവിലില്ല. അവരും ഇവർ തങ്ങന്മാരല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ബറാമികളുടെ കാര്യം പറഞ്ഞതുപോലെ കച്ചവടത്തിനായിട്ട് വന്ന കുറച്ച് അങ്ങിങ്ങായിട്ടുണ്ടായിരുന്ന കുറെ യമനി വംശജരുണ്ടായിരുന്നു. അപ്പോ ഞാൻ ചുരുക്കം പറഞ്ഞാല് വിചാരിച്ചൊരു കാര്യമായിരുന്നു, ജിഫ്രി മുത്തുക്കോയ തങ്ങളോ സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞ ജിഫ്രി പാരമ്പര്യം ഉണ്ടല്ലോ, അതായത് ആദ്യം വന്ന ആ ജിഫ്രി തങ്ങൾ, ആദ്യത്തെ സയ്യിദ് ജിഫ്രി തങ്ങൾ എന്ന് പറയുന്ന ജിഫ്രി തങ്ങളുടെ പരമ്പരയുമായി ബന്ധപ്പെട്ട, കാരണം അവരുടെ കുടുംബക്കാരാണല്ലോ കക്കാട്, കോഴിക്കോട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. ആ പരമ്പരയിൽപ്പെട്ട ആണ് സയ്യിദ് ജിഫ്രി തങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പിന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു തമാശ, അത് തങ്ങന്മാർക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യവും കൂടെ പറയാം. പിന്നെ ഈ ഇപ്പോഴുള്ള മുസ്ലിം ലീഗിന്റെ സമസ്തയുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ തർക്കങ്ങളിൽ ഈ ഈ കുടുംബ മഹിമയുടെയും കുടുംബ പാരമ്പര്യത്തിന്റെയും എന്തോ ഒരു സംഗതി ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ആരും പൊതുവെ പറഞ്ഞില്ല. കാരണം സമസ്തയ്ക്ക് അപൂർവമായിട്ടാണ് വരക്കൽ മുല്ലുക്കോയ തങ്ങളാണ് ആദ്യത്തെ പ്രസിഡന്റ്. അത് കഴിഞ്ഞിട്ട് സമസ്തയ്ക്ക് പിന്നെ ഒരു തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ സമസ്തയ്ക്ക് ഒരു പ്രസിഡന്റ് ആയിട്ടൊരു തങ്ങൾ വരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അപ്പൊ ഈ ജിഫ്രി തങ്ങന്മാര്, ഇപ്പൊ ഈ തങ്ങന്മാരെന്ന് പറയുമ്പോൾ ബാഫക്കി തങ്ങന്മാര്, ജിഫ്രി തങ്ങന്മാര്, ബാലവികള്, ഈ പാണക്കാട് കുടുംബം, അപ്പൊ ഇവരിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠരാരാണെന്ന് തങ്ങന്മാർക്കിടയിൽ ഒരു ചെറിയ ഒരു ഈഗോ ക്ലാഷ് ഉണ്ട്. അപ്പോ അതില് ഇപ്പൊ ജിഫ്രി തങ്ങള് സമസ്തയുടെ പ്രസിഡന്റായി വന്നപ്പോ ഇവരെല്ലാവരും തങ്ങന്മാരെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സമൂഹം അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക സ്ഥാനം വെച്ചിട്ടാണല്ലോ. ഒരു പക്ഷേങ്കില് ജിഫ്രി പാരമ്പര്യത്തിലെ പ്രധാനിയായ ഞാൻ എന്തിന് പാണക്കാട് കുടുംബത്തെ ഇളമുറക്കാരനായ തങ്ങളെ അങ്ങനെ അങ്ങോട്ട് അംഗീകരിക്കണം എന്ന എന്തെങ്കിലും ഒരു ഈഗോ അതിനകത്ത് വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അത് ഈ തർക്കത്തിന് കാരണമാകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം അതാണോ എന്ന് എനിക്ക് പലപ്പോഴും ഈ അവർ തമ്മിലുള്ള സംഭാഷണങ്ങളും പിന്നെ ആശയ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, അഭിപ്രായ വ്യത്യാസമൊക്കെ രൂപപ്പെട്ടത്. കാരണം സമസ്തയുമായി അഭിപ്രായ വ്യത്യാസം രൂപം കൊള്ളുന്നത് ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. കാരണം സമസ്തയുടെ പ്രസിഡന്റുമാര് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു തങ്ങൾ വരുന്നത്. അതൊന്ന്. അതും ജിഫ്രി പാരമ്പര്യമുള്ള ഒരു തങ്ങൾ. ജിഫ്രി പാരമ്പര്യമുള്ള തങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം കേരളത്തിലെത്തിയ തങ്ങൾ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ജിഫ്രികൾ. ആ ജിഫ്രി പാരമ്പര്യത്തിൽപ്പെട്ട തങ്ങൾക്കാണോ ശ്രേഷ്ഠത കൂടുതൽ, അതല്ല അതിനൊക്കെ ശേഷം വന്ന ബാലവി പാരമ്പര്യമുള്ള അവർക്കാണോ ശ്രേഷ്ഠത കൂടുതൽ എന്ന് ഒരു ഈഗോ അതിനകത്ത് വർക്കൗട്ട് ആവുന്നുണ്ടോ ഇതെന്ന് എൻ്റെ ഒരു സംശയമാണ്. ഇതൊന്നും ആരും പറഞ്ഞ കാര്യങ്ങളല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ തങ്ങളോട്, പഴയ തങ്ങന്മാരോട് ഇല്ലാത്ത ഒരു അകൽച്ച നമ്മുടെ ജിഫ്രി തങ്ങള് അല്ലെങ്കിൽ തങ്ങളോടൊപ്പം നിൽക്കുന്ന പലരും ഈ പാണക്കാട് കുടുംബത്തെ വളരെ അറ്റാക്ക് ചെയ്യുന്നവരാണ്. അങ്ങേയറ്റം അറ്റാക്ക് എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത് ബോധപൂർവമാണ്, വിമർശിക്കുക മാത്രമല്ല. പാണക്കാട് കുടുംബത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരുപാട് ജിഫ്രി തങ്ങളുടെ അടുത്ത ശിഷ്യന്മാരെ, അടുത്ത അനുചരന്മാരെ കാണാം. സോഷ്യൽ മീഡിയയിൽ വളരെ മോശമാണ് അവരുടെ. അപ്പോൾ
അല്ലെ, ഞാന് അവസാനം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല്, ഏഹ്, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു പശ്ചാത്തലം. കേരളത്തിന് യമനുമായിട്ടുള്ള ബന്ധം ഇതാണ്. ഇതിൽ അപ്പൊ ഇപ്പൊ അവിടെ വിഷയം എന്താണ്? പൊതുവായിട്ട് നിമിഷപ്രിയയുടെ അല്ല, പൊതുവായിട്ട് പറഞ്ഞൊരു പോയിന്റിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഇവരുടെ ഈ ദേശീയ ബോധവും പിന്നെ ആത്മാഭിമാനവും ഉം. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ഇവര് തങ്ങന്മാര് വന്നതിന് ശേഷം അവർ ഈ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. അത് എനിക്ക് ഭയങ്കര നല്ല ഇൻട്രസ്റ്റിംഗ് സാധനമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൊക്കെ അവരുടെ ഒരു പങ്ക് വലുതല്ലേ, ജനങ്ങളെ ആ രീതിയിൽ. അത് അല്ല, അത് ഈ മമ്പുറം തങ്കം യഥാർത്ഥത്തിൽ ആന്റി കൊളോണിയൽ സമരത്തിന്, പ്രത്യേകിച്ചും ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രചോദനമായി മാറിയത് ഈ തങ്ങന്മാരാണല്ലോ. മമ്പറം തങ്ങന്മാർക്കുള്ള റോള് കാരണം അതുകൊണ്ടാണല്ലോ എൻറ്റയർ ഫാമിലിയെ അവിടെ നിന്ന് നാട് കടത്തി കളഞ്ഞത്. ആ തങ്ങളെ മാത്രമല്ലല്ലോ നാട് കടത്തിയത്, തങ്ങളെ കുടുംബത്തെ മൊത്തം ഇവിടെ നിന്ന് നാട് കടത്തിയല്ലോ ബ്രിട്ടീഷുകാർ. അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ പാണക്കാട്, ആ, പിന്നെ പൂക്കോയ തങ്ങളുടെ പിതാമഹനായിട്ടുള്ള ആ, ആറ്റക്കോയ തങ്ങൾ ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണല്ലോ. അപ്പൊ ഇവർക്കെല്ലാം ആത്മാഭിമാനമുള്ളവരായിരുന്നു. ഉറച്ച വൈദേശിക കടന്നാക്രമണങ്ങളുടെ കൊളോണിയൽ വിരുദ്ധ നിലപാടുള്ളവരായിരുന്നു. ആഢ്യത്വത്തിനും ഈ തമ്പ്രാക്കന്മാർക്കും എതിരെ തല ഉയർത്തി നിന്നവരായിരുന്നു. സാധാരണക്കാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് ജീവിച്ചവരായിരുന്നു. അവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും കേൾക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും അതിന് അവർക്ക് സാധ്യമായതെല്ലാം ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു. എന്തിന്, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ മാനസികവും ശാരീരികവും കുടുംബപരവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയല്ല, പരിഹാരം നൽകാൻ കഴിയുന്ന സമീപനമുള്ളവരായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ തങ്ങന്മാരെ, ഈ കുടുംബത്തിനൊക്കെ സമൂഹത്തിലൊരു വലിയ സ്ഥാനവും ഒരു മഹിമയും ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഇതൊന്നും അറിയാത്ത കുറേ മണ്ടശിരോമണികള്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ തന്നെ നിമിഷപ്രിയയുടെ വിഷയത്തില് അവിടെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ഈ കുടുംബം ഉള്ളത്, തലാലിന്റെ കുടുംബം ഉള്ളത്. അപ്പൊ തലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടണമെങ്കിൽ അത് ഒരു ഹൂത്തി നിയന്ത്രിത മേഖലയിലുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് ലെവലിൽ ബന്ധങ്ങൾ സാധ്യമല്ല. നമുക്ക് എംബസി ഇല്ല, മറ്റൊന്നുമില്ല. അപ്പോൾ സദേൺ എം എൽ എ ഹദറമൗത്തിന്റെ തരീം എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയുള്ള ഒരു വലിയ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഉമർ ഹബീബ്, അദ്ദേഹവുമായി കേരളത്തിൽ ഏറ്റവും അധികം ബന്ധമുള്ള ആള് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പോ എല്ലാ കവാടങ്ങളും അടഞ്ഞു കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ശ്രമിക്കുന്നു. അവസാനം യമനികളുമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗതമായ ബന്ധത്തിന്റെ ഇങ്ങേ തലയ്ക്ക് ഒരുപക്ഷെ നമുക്ക് ഈ കാന്തപുരം ഷെയ്ഖ് ഉമർ ഹബീബ് ബന്ധത്തെ നമുക്ക് കാണാം. ഇത് ഇന്നലെ ആരംഭിച്ച ബന്ധമല്ല, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു ബന്ധമല്ലേ. ആ ഒരു വിഷയത്തിലാണ് കാന്തപുരം ഇടപെട്ടത്. അപ്പോൾ ഒരു വലിയ വിദ്വാൻ അഭിപ്രായപ്പെട്ടത് കാന്തപുരത്തിന്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ എന്തൊരു, അതായത് ഒന്നാമത് ഹൂത്തി ഷിയ വിഭാഗക്കാരാണ്. ഷിയാക്കളുടെ മറുചേരിയിൽ നിൽക്കുന്നവരാണ് ഈ സുന്നി ധാരയിലുള്ളവർ. ആ സുന്നി ധാരയിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട ആളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അതുപോലെ തന്നെ സുന്നി ധാരയിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഷെയ്ഖ് ഉമർ ഹബീബ്. അപ്പം ആദർശപരമായി അവരുടെ ഭിന്നചേരിയിലുള്ള ഒരു വിഭാഗമാണെന്ന് പോലും അറിയാതെയാണ് ഇദ്ദേഹത്തിന്റെ ഹൂത്തി ബന്ധം. ഇപ്പൊ ഹൂത്തി ബന്ധം അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഹൂത്തികളുമായിട്ട് നമ്മുടെ സർക്കാർ തന്നെ എന്തെല്ലാം തരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. ഇറാൻ വഴി, ഇറാൻ സ്വാധീനമുള്ളവരാണല്ലോ ഹൂത്തികൾ. ഇറാൻ വഴി നമ്മൾ എത്രയോ തവണ ഹൂത്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ട്രംപ് പോലും ഹൂത്തികളുമായിട്ട് സംഭാഷണം നടത്തി ഒരു ധാരണയിലെത്തി പല കാര്യങ്ങൾക്കും. അപ്പോ ഹൂത്തികൾ അവരൊരു വിഭാഗമാണ്, ഒരു മിലീഷ്യയാണ്, അവർ ഭരണം നടത്തുന്നവരാണ്. ഇനി അഥവാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ഹൂത്തികളുമായി ഏതെങ്കിലും ചാനൽ വഴി ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അതിനകത്ത് പ്രശ്നം? അത് അവർക്കൊരു പ്രത്യേക മേഖലയിലെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. ആ പ്രദേശത്തുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അതിനെ അവരിലേക്ക് റീച്ച് ചെയ്യാനുള്ള മാർഗം. അപ്പോ ഇത് എന്തോ ഇസ്രായേലിനോടുള്ള വേറെന്ത്, ആരാധനയാണ്. ഈ കേരളത്തിലുള്ള കുറച്ചു പേർക്ക് ഇസ്രായേലിനോടുള്ള ആരാധന എന്നാണ് ഇതൊക്കെ വരുന്നത്. ഇസ്രായേലിനോടുള്ള ആരാധന മാത്രമല്ല, മറ്റെന്തോ കാരണങ്ങളാലുള്ള
ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും കൂടെയാണ്. കാന്ത അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടത് കൊണ്ട് മാത്രം നിമിഷപ്രിയ പിന്നെ ഇനി രക്ഷപ്പെട്ട് വരരുത് എന്ന് വിചാരിക്കുന്ന വലിയ വിഭാഗം ആൾക്കാർ. അങ്ങനെ വിചാരിക്കുന്ന കുറേ പേരുണ്ട്. കാന്തപുരം ഇതിൽ ഇടപെട്ടു. അദ്ദേഹം അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണ്. അപ്പൊ കാന്തപുരത്തിന്റെ ഇമേജ് മാത്രമല്ല, പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടി ഒരു കൾച്ചറൽ, എന്താണ്, ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ പറയൂലേ, ആ അർത്ഥത്തിൽ ഒരു സൽപ്പേരുണ്ടായി പോകും. അപ്പൊ ആ സൽപ്പേരുണ്ടാകുന്നതിന് നിമിഷപ്രിയ സംഭവം കാരണമാകും. അതൊരിക്കലും സംഭവിക്കരുത് എന്ന് കരുതുകയും അതുകൊണ്ട് നിമിഷപ്രിയരെ വധശിക്ഷയ്ക്ക് കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ, വലിയൊരു വിഭാഗമാണെന്ന് ഞാൻ പറയാൻ കാരണം സോഷ്യൽ മീഡിയ നോക്കിയാൽ സോഷ്യൽ കാണുന്നതാണ്. മീഡിയ നല്ല കാസ വിഭാഗം. എന്ന് പറയുന്ന അതെ. കാസ എന്ന് പറയുന്ന വിഭാഗം, പിന്നെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന എന്തോ കുറച്ച് വിഭാഗക്കാർ. ഈ പറഞ്ഞ കക്ഷികൾക്ക് അറിയുമോ എന്നറിയില്ല, കേരളത്തിൽ ഇത്രയും ചരിത്രപരമായ ബന്ധം യമനുമായിട്ടുണ്ടെന്നും ഈ യമനിലെ നിമിഷപ്രിയ ആളുകളെന്നും. വിഷയത്തിലെ നിമിഷപ്രിയയുടെ വിഷയം ഉണ്ടായപ്പോൾ ഞാൻ അങ്ങയോട് സംസാരിക്കണം എന്ന് കരുതി. എന്റെ ഒരു പ്രധാന റീസൺ ഇതാണ്. ഇപ്പൊ കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെടുന്നതോടുകൂടി ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്തോ ആയ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മുസ്ലിം പണ്ഡിതൻ ഇടപെടുന്നു, അവിടുത്തെ ചില സൂഫി പണ്ഡിതന്മാർ ഇടപെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ കുറെ പേര് ഇതുപോലെ ഉണ്ടാക്കി വെച്ച കുറെ ചീട്ടുകൊട്ടാരം തകരുകയാണ്. കാരണം അല്ലെങ്കിൽ അവരിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കേരള സ്റ്റോറി നറേഷനുകൾ ഉണ്ടല്ലോ, ഇവിടുന്ന് കുറെ ആട് മേയ്ക്കാൻ പോകുന്നു, യമനും സിറിയയും ഇവിടത്തെയൊക്കെ വലിയ പ്രശ്നങ്ങളുള്ള രാജ്യമാണെന്നുള്ള. അപ്പോൾ ഈ എത്ര പേർക്ക് അറിയാമായിരിക്കും ഇവിടെ വന്ന് നമ്മളൊക്കെ ഭയങ്കര ആദരിച്ച് ജീവിക്കുന്ന കുറെ മനുഷ്യർ അവിടെ നിന്ന് വന്നതാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നു, നമ്മളുടെ കൾച്ചർ അവര് സ്വീകരിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ വിഷയം ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചതെന്ന്. അല്ല, അത് വളരെ പ്രസക്തമായിട്ടുള്ള സംഗതിയാണ്. ഇതിപ്പോ കാന്തപുരവും ഷേഖ് ഉമർ ഹബീബുമായിട്ട് മാത്രം കാണാവുന്ന ഒരു ബന്ധമല്ല. ഇതിന് ചരിത്രപരമായ ഒരു 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 വേരുകളും കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. ഒരു ട്രഡീഷൻ കൂടെ ഇതിനുണ്ട് എന്നുള്ളത് നമ്മുടെ ജനങ്ങൾ നമുക്ക് ശരിക്കും വേറെ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം രാജ്യങ്ങളുമായിട്ട് ഇത്രയും ആഴത്തിലുള്ള ബന്ധം ഇല്ലല്ലോ. വേറെ ഏതെങ്കിലും രാജ്യങ്ങളായിട്ടുണ്ടോ യമൻ അല്ലാതെ ഇതുപോലെ വന്ന്? ഇല്ല, അല്ല, ഇല്ലാവില്ല. യമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഈ അറബ്യൻ ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട്, ജസീറത്തുൽ അറബ്, അറേബ്യൻ പെനിൻസുലയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമായിട്ട് തന്നെ അതിന് കാണണം. യമൻ ഇവിടെ നിന്ന് അല്ലല്ലോ. നമ്മൾ, ഉം. അതെ അതെ, യമൻ അതിന്റെ ഒരു കവാടമായിട്ട് തന്നെ കാണണം. യമന് പിന്നെ ഈ ഈ ഹദറമൗത്ത് എന്ന് ഞാൻ പറഞ്ഞ ആ പ്രദേശത്ത് നിന്ന് ഈ സഞ്ചാരം വളരെ എളുപ്പത്തിൽ സാധ്യമായിരുന്ന ഒരു ഒരു അതായത് നമ്മുടെ നിലമ്പൂരിലെ തേക്ക് ഉം. കാബയുടെ പുനർനിർമ്മാണത്തിൽ കൊണ്ടുപോയി ഉപയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. നിലമ്പൂരിൽ നിന്നുള്ള തേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്ന് എഴുതപ്പെട്ട അറേബ്യൻ സാഹിത്യത്തിൽ കേരളത്തിന്റെ വിഭവങ്ങളെ വർണ്ണിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ കുരുമുളകിനെയൊക്കെ പിന്നെ വർണ്ണിച്ച് കുരുമുളക് പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കവിത അറബി അന്നത്തെ കാലത്ത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയുമായും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളുമായും നൂറ്റാണ്ടുകളുടെ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായും വാണിജ്യ ബന്ധം തന്നെയായിരുന്നു. ആ വാണിജ്യ ബന്ധം മിഷണറികളും ഇപ്പൊ ഈ സൂഫി പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ വരുന്നത്, ഈ മിഷണറികളായിട്ട് ഇവിടെ വരുന്നത് ഈ കച്ചവടക്കാരോടൊപ്പം തന്നെയാണ്. അങ്ങനെയാണല്ലോ പിന്നെ മാലിക് ബിൻ ദീനാർ കേരളത്തിൽ അദ്ദേഹവും സംഘവും വരുന്നതും അവര് ഈ കേരളത്തിലെ ആദ്യത്തെ 10 പള്ളികൾ നിർമ്മിക്കുന്നതും. ഈ 10 പള്ളികളും തീരപ്രദേശങ്ങളിലാണ്. അതിലിപ്പോൾ ആദ്യം നമ്മൾ കൊടുങ്ങല്ലൂർ കാണാം. കൊടുങ്ങല്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ പന്തലായിനി കൊല്ലത്തേക്ക് പോയാൽ കാണാം, മടായിയിൽ കാണാം, പിന്നെ കൊല്ലം ജോനകപ്പുറം എന്ന് പറയുന്ന പള്ളി കാണാം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ പിന്നെ ഈ പറഞ്ഞ തമിഴ്നാടിന്റെ ബോർഡറിലുള്ള ഞാൻ പറഞ്ഞ ഈ തേങ്ങാപ്പട്ടണം എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ കാണാം. ഇതെല്ലാം പടിഞ്ഞാറൻ തീരങ്ങളിലാണ് നമ്മൾ ഈ പള്ളികളെല്ലാം കാണുന്നത്. അപ്പൊ ഇത് കച്ചവട സംഘങ്ങളായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പായ്ക്കപ്പലിലാണ് അവർ വന്നിരുന്നത്. ആ പിന്നെ ബന്ധം കേവലം എന്താണ്, മതപ്രചരണവുമായി ബന്ധപ്പെട്ടൊരു ബന്ധം മാത്രമായിരുന്നില്ല. കാരണം ഇവർ ഇവിടത്തുകാരായി ജീവിക്കുന്നു, ഇവിടെ വരുന്നു, ഇവിടെ വിവാഹം കഴിക്കുന്നു, ഇവിടുത്തെ വിഭവങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടുത്തെ വിഭവങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഒരു കൊടുക്കൽ വാങ്ങലിന്റെ ഒരു സംസ്കാരം, അവിടുന്ന് ഒരു സ്ത്രീകൾ കല്യാണം ജീവിതം. കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ടോ ഇതുപോലെ? അവിടെ നിന്ന് സ്ത്രീകളെ ഇങ്ങനെ വിവാഹം കഴിച്ചു കാരണം ഇവിടത്തുകാര് ആ സാഹചര്യത്തിൽ അന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു പതിവില്ലായിരുന്നു. അവര് അവിടെ നിന്ന് ഇങ്ങോട്ട്, അവർക്കാണല്ലോ നമ്മളെ കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്നത്. ഇവിടുത്തെ സുഗന്ധദ്രവ്യങ്ങൾ, ഇവിടുത്തെ വിഭവങ്ങൾ എല്ലാം അവരിവിടെ വരുന്നു, ശേഖരിക്കുന്നു. പിന്നെ അവിടെയുള്ള പല സംഗതികളും അവർ ഇവിടെയും കൊണ്ടുവന്നിരുന്നു എന്ന് പറയാം. അത് ധാരാളമായിട്ടില്ല, പക്ഷെ കൂടുതലായും ലോകാടിസ്ഥാനത്തിൽ തന്നെയുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവടം അന്ന് നിയന്ത്രിച്ചിരുന്നത് ഈ അറബികളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ
ഈ അറബികൾ ഈ കച്ചവട ആവശ്യാർത്ഥം ഇവിടെ വന്നു. അവരോടൊപ്പം ഈ മിഷണറീസും വരുന്നു. അവരെ രണ്ട് കൈയും നീട്ടി നമ്മുടെ ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. അവർ ഭയങ്കര വിശ്വസ്തരായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഉദാഹരണമായിട്ട് ഈ തെരീസ പള്ളി ചെപ്പേഡ് എന്ന് പറയുന്ന പിന്നെ കൊല്ലം രാജാവിൻ്റെ അന്നത്തെ കാലത്തെ ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്നത് അറബികളാണ്. അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് ഉം. ഒരു ഹിന്ദു രാജാവാണ്. അദ്ദേഹത്തിന്റെ ഒരു ട്രേഡ് എഗ്രിമെന്റ് അതാണ് തെരീസപ്പള്ളി ചെപ്പെടുന്നത്. തെരീസപ്പള്ളി കോപ്പർ പ്ലേറ്റ് അതിപ്പോഴും നമുക്ക് അവൈലബിൾ ആണല്ലോ, സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ ഒപ്പിട്ടിരിക്കുന്നതെല്ലാം അറബിയിലാണ് എഴുതി ഒപ്പിട്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഒരു കരാറിൽ ഒപ്പിടാൻ, ഇത് അറബികളുമായിട്ടുള്ള കരാറല്ല, വേറൊരു കരാറാണ്. കരാറിൽ ഒപ്പിടാൻ വിറ്റ്നസ് ആയിട്ട് അറബികളെ നിർത്തുക എന്ന് പറഞ്ഞാൽ അവരോടുള്ളൊരു വിശ്വാസ്യതയും കൂടെയാണ് അതിന് സൂചിപ്പിക്കുന്നത്. അത്ര കണ്ട് സത്യസന്ധത പാലിച്ചിരുന്നു എന്നുള്ളതാണ്. അത് പിന്നെ എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അവരിവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണം നടത്തുകയോ ഒന്നും ചെയ്തില്ല. ഇവിടെ വരുന്നു, ഇവിടത്തുകാരായി ജീവിക്കുന്നു, ഇവിടെ ഇഴുകിച്ചേരുന്നു, ഇവിടുത്തെ സംസ്കാരവുമായി പൂർണ്ണമായും ലയിച്ചു ചേർന്ന് ജീവിക്കുന്ന. അതുകൊണ്ട് അവർ നിർമ്മിച്ച എല്ലാ പള്ളികളും കണ്ട ക്ഷേത്രങ്ങൾ പോലെയല്ലേ ഇരിക്കുന്നത്. നമ്മുടെ തച്ചുശാസ്ത്രമാണല്ലോ അവർ സ്വീകരിച്ചത്. നമ്മുടെ തത്വശാസ്ത്രം സ്വീകരിച്ച് അതിപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ പള്ളിയുടെ പഴയ മോഡൽ എടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ പള്ളി എന്ന് നമ്മൾ പറയുന്ന ചേരമാൻ പള്ളിയുടെ മോഡൽ എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്നത് എന്താണ്? അത് അതുകൊണ്ടാണോ എല്ലാ കൃത്യമായി പള്ളിക്കകത്തും ശിവലിംഗവും എല്ലാം കിട്ടുന്നത്? എല്ലാ പള്ളികളും അല്ല, അങ്ങനെ അയ്യോ അങ്ങനെ ഒരു ആ പള്ളികൾ ഇന്ന് നിലനിന്നിരുന്നെങ്കിൽ പലതും പൊളിച്ചു പണിതല്ലോ. വളരെ അപൂർവമായിട്ട് കോട്ടയം താഴത്തങ്ങാടി പള്ളിയുണ്ട്, മടായി പള്ളിയൊക്കെ പൊളിച്ചു പണിത്, പിന്നെ ഒരുപാട് പള്ളികൾ പൊളിച്ചു ഈ പണിത്. ഈ പള്ളി പള്ളിക്കകത്ത് പോയി പൊളിച്ച് നോക്കുമ്പോൾ ക്ഷേത്രം ഒരുപക്ഷെ ഈ കാണും. പള്ളികൾ പൊളിച്ചു പണിതില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവകാശവാദം കൂടെ ഉന്നയിക്കാമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളുടെ സമാനമായ തത്വശാസ്ത്രത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അപ്പോൾ ക്ഷേത്രങ്ങൾ തകർത്തിട്ട് അവിടെ അതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുണ്ടാക്കിയ പള്ളികളാണെന്നുള്ള എല്ലാ കുറ്റവും ഏൽക്കാൻ ഇത് ടിപ്പു ഉണ്ടല്ലോ. ടിപ്പു ആ കോടതിയിലും പോവാമല്ലോ. കോടതിയിലും അതൊരു തെളിവായിട്ട് ഒരു പക്ഷേ സ്വീകരിച്ചുകൂടായികയില്ല. ഓക്കെ, നോക്കാം, പരിശോധിക്കാം, വിദഗ്ധന്മാരെ നമുക്ക് നിയമിക്കാം. വിദഗ്ധന്മാർ നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ തച്ചുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചതാണ് ഈ സംഭവം. അപ്പൊ അത് തെളിവായിട്ട് വേണമെങ്കിൽ സ്വീകരിക്കാം. നമ്മുടെ ഓ ബാബരി കോൺട്രസ്റ്റിൽ പറഞ്ഞു നിമിഷപ്രിയയുടെ കേട്ട ചില വിഷയത്തിലേക്ക് സംഗതികൾ. നമ്മൾ വന്നാലേ, ഇപ്പൊ നിമിഷപ്രിയയുടെ വിഷയം കാണുന്ന കുറെ ആളുകൾ കരുതുന്ന ഒരു സുപ്രഭാതത്തിൽ ഒരു 90 കഴിഞ്ഞൊരു പണ്ഡിതൻ പെട്ടെന്ന് വന്നൊരു നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ യമനിലേക്ക് ഒരു ദൂത് പോകുന്നു, ഉടനെ അതിന് റിസൾട്ട് ഉണ്ടാവുന്നതെന്ന്. പക്ഷെ ഈ ചരിത്രപരമായ പശ്ചാത്തലം കൂടെ വെച്ച് കേരളത്തിനെയും യമനെയും ഈ പോക്ക് വരവ് ഇത്തരം കാര്യങ്ങൾ വയ്ക്കുമ്പോൾ എത്ര വർഷത്തെ ഒരു തിരിച്ചു നടത്തമാണത്? അങ്ങ് എങ്ങനെയാ അതിനെ വിലയിരുത്തുക? അല്ല അല്ല, അത് വളരെ കറക്റ്റാണ്. കാരണം പിന്നെ നമ്മുടെ ഒരു കേരളത്തിലെ ഒരു പണ്ഡിതൻ, ഒരു സുന്നി പണ്ഡിതൻ, അദ്ദേഹം പ്രത്യേകിച്ച് ഭരണപരമായ അധികാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാള്. അപ്പൊ നമ്മുടെ ഭരണകൂടവും അതിന്റെ സംവിധാനങ്ങളും കാലങ്ങളായി പരിശ്രമിക്കുന്നു എന്ന് പറയുന്നു. നമുക്കതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുണ്ട്. അവർ ഗവൺമെന്റിനെ സമീപിക്കുന്നു, കോടതിയെ സമീപിക്കുന്നു, എല്ലാവരെയും സമീപിക്കുന്നു. അവസാനം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട് ഇടപെടുന്നതിൽ. അപ്പൊ ആ സമയത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ആക്ഷൻ കൗൺസിലും ഒക്കെ ഇതുപോലൊരു പണ്ഡിതനെ സമീപിക്കുന്നു. ആ പണ്ഡിതൻ ഉം, നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് അവിടുത്തെ ബന്ധം ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് ആ ഫാമിലിയുമായിട്ടും ബന്ധപ്പെട്ടവരുമായിട്ടും ഒരു ചർച്ചയുടെ കവാടം ഓപ്പൺ ചെയ്യാനെങ്കിലും സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? അതിനർത്ഥം പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ, കോണ്ടാക്ട് അന്ന് തുടങ്ങിയത് ഇന്നും ആ ആ ഒരു പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലൊരു തെളിവാണ്. ഇപ്പൊ ഷെയ്ഖ് ഉമർ ഹബീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഈ വിഷയത്തിൽ ഇടപെട്ടാല് യമൻകാർ അദ്ദേഹത്തിനെതിരാകുമല്ലോ. കാരണം യമനി വികാരം ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ നാട്ടില് പുറത്തു നിന്ന് വന്ന ഒരാള് ഒരു മലയാളിയെ കൊലപ്പെടുത്തി. ഈ കൊലയാളിയോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കും? ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇറ്റാലിയൻ കപ്പൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കൊന്നു. ആ രണ്ട് നാവികരോടുള്ള നമ്മുടെ നിലപാട് എന്തായിരുന്നു? അവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയായിരുന്നു. അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോയപ്പോ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കിയവരാണ് നമ്മൾ. അത് മനുഷ്യ സഹജമാണ്, സ്വാഭാവികമാണ്. യമനില് ഈ തലാലിന്റെ കുടുംബം, അവരുടെ സപ്പോർട്ടേഴ്സ്, ആ യമനി ചെറുപ്പക്കാര്, സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, അവര് അതിശക്തമായ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പിന്നെ ബ്ലഡ് മണി സ്വീകരിക്കാൻ പാടില്ല. കൊല നടത്തിയ കൊലയാളി, അത് നിഷ്ഠുരമായ കൊലയാണ്, ബോഡി കഷ്ണങ്ങളാക്കി മുറിച്ചു, എന്നിട്ട് അതിനെ ടാങ്കിൽ നിക്ഷേപിച്ചു. അപ്പൊ അത് ഒരിക്കലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അതിന്റെ സാഹചര്യങ്ങൾ എന്തോ ആകട്ടെ, അവർക്കിടയിലുള്ള വികാരം അതാണല്ലോ.
അങ്ങനെ ഹോസ്റ്റൈലായി നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഇടയിൽ ഒരാൾ ചെന്ന് ഒരു മീഡിയേറ്റർ ആയിട്ട്, അതും സർവാംഗീകൃതനായ ഒരു മനുഷ്യൻ, ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി അവിടെ ചെന്ന് ഇടപെടുകയാണ്. സ്വാഭാവികമായും അത് അദ്ദേഹത്തിനോടുള്ള ആദരവിനെ അത് ആദരവിനെ അത് ബാഡ്ലി എഫക്ട് ചെയ്യും, നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും. കാരണം ഒരു വലിയ ജനവിഭാഗം ഈ ക്യാമ്പയിനുമായി നിൽക്കുമ്പോൾ അവരോടാണ് പറയുന്നത്, നിങ്ങൾ മാപ്പ് കൊടുക്കണം, നിങ്ങൾ ക്ഷമിക്കണം, അത് നമ്മുടെ ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്, ദൈവത്തിന്റെ താല്പര്യം അതാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളെ കൊലപ്പെടുത്തിയ ആളിന് ശിക്ഷാവിധിക്ക് നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ പോലും, കൊലയ്ക്ക് കൊല ആണ് ശിക്ഷ എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും, അവിടെ പോലും ദൈവം പറയുന്നത് അത് വിട്ടുവീഴ്ച ചെയ്യുന്നതിനെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഖുർആന്റെ സന്ദേശം എന്നും പറഞ്ഞുകൊണ്ടൊരു പണ്ഡിതൻ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ ആ പണ്ഡിതൻ, സത്യത്തിൽ അദ്ദേഹത്തിന് അപാരമായ ധൈര്യം തന്നെ വേണം അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ അദ്ദേഹം നടത്തിയത് എന്തിനാണ്? ഇദ്ദേഹവുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധത്തിന്റെയോ ഒരു കടപ്പാടിന്റെയോ ഇദ്ദേഹത്തിന്റെ വാക്കിന് നൽകിയ ഒരു പരിഗണനയുടെ പുറത്തായിരിക്കണമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ നാട്ടിലുള്ള ആ പ്രതികൂലമായ സാഹചര്യത്തെ പോലും മറികടന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ പെടാത്ത ഒരാളിനെ, അതും ഒരു കൊല നടത്തിയ ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ഇടപെട്ടു എന്ന് പറയുന്നത് സത്യത്തില് അതൊരു വലിയ കാര്യമായിട്ട് തന്നെ എല്ലാവരും കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അതെന്താണ് ഡീറെയിൽ ചെയ്യപ്പെട്ടത് നമ്മളുടെ തന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ഈ വിഷയത്തിലുള്ള പങ്കിനെ നിഷേധിച്ചുകൊണ്ടും. അപ്പൊ അദ്ദേഹം ഈ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് ഷെയ്ഖ് ഉമർ എന്ന് പറയുന്ന ആ മനുഷ്യൻ അതിനകത്ത് ഇടപെട്ടത്, സൂഫി പണ്ഡിതൻ അതിനകത്ത് ഇടപെട്ടത്. അപ്പൊ ഇപ്പോ ആ പങ്കിനെ അവരെല്ലാവരും പലരും നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഇപ്പൊ കുടുംബം അദ്ദേഹത്തിന്റെ ആളുകളോട് തന്നെ ചോദിക്കുന്നത്, നിങ്ങളെ അവരംഗീകരിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ ഇടപെടലിനെ അവര് ആദരിക്കുന്നില്ലല്ലോ, പിന്നെന്തിന് നിങ്ങൾ ഇനിയും ഇനിയും അതിനകത്ത് ഇടപെടണം? സത്യത്തിൽ അങ്ങനെ അത് ഡീറെയിൽ ആളുകൾ ചെയ്യപ്പെട്ട് ഭയങ്കര നിൽക്കുകയാണ്. ഇനി എന്താ? പ്രബുദ്ധരാണ്. നമ്മള് ഭയങ്കര അതെ 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 അതെ. സംസ്കാര ഇനി സമ്പന്നരാണ്. എന്താണ് ഇനി എന്താണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. യഥാർത്ഥത്തില് ഈ നീണ്ട വർഷങ്ങളുടെ ചരിത്രപരമായ ബന്ധത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഇങ്ങേ തലയ്ക്കുള്ള, നമുക്ക് എന്നെന്നും സന്തോഷത്തോടെ ഓർത്തിരിക്കാവുന്ന ഒരു ഇടപെടലാണ് ഈ കാന്തപുരം നടത്തിയതും അതിനെ അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ട് എന്നുള്ള നിലയ്ക്ക് അവിടെ നിന്ന് ഈ സൂഫി പണ്ഡിതന്റെ ഇടപെടൽ. അതിനെ അങ്ങനെ കാണാൻ നമുക്ക് കാണുന്നില്ല, നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ഉടനെ പറയാണ് അദ്ദേഹത്തിന്റെ ഹൂത്തി ബന്ധം അന്വേഷിക്കണം എന്നുള്ളത്. കാന്തപുരം ഉസ്താദിനെ ഹൂത്തികളോടല്ല അദ്ദേഹം തങ്ങളാക്കാൻ പറ്റുമോ? കാന്തപുരം ഉസ്താദിന് എന്തെങ്കിലും മരണമെന്നുണ്ടായിട്ട് അതെ, അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ അദ്ദേഹത്തെ വലിയ ഒരു പദവിയിൽ കാണുന്നതാണ്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തങ്ങൾ പാരമ്പര്യം ഉള്ള വ്യക്തിയൊന്നുമല്ല. അത് അതേസമയം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ആള്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അത് ഈ ട്രഡീഷനിൽ പെട്ടതല്ല, അത് ആ സെൻട്രൽ ഏഷ്യൻ ബുഖാരി എന്ന് പറയുന്ന പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. യമനിൽ നിന്ന് അല്ലാത്ത തങ്ങന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെവിടെ നിന്നാണ്? അതാണ് ഈ ബുഖാരി. അത് ബുഹാരി. ഈ ബുഖാറയിൽ നിന്ന്, ബുഖാറ ബുഖാറ എന്ന് പറഞ്ഞ സെൻട്രൽ ഏഷ്യയിലെ ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ തിരുവനന്തപുരത്തൊരു നിന്ന് വന്ന ഹോട്ടൽ ഉണ്ടല്ലോ, ബുഹാരി അല്ല ഹോട്ടൽ. അല്ല 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 ഈ നമ്മള് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ കടപ്പുറം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. കടപ്പുറം പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിലെ, അതായത് ചാവക്കാട് കടപ്പുറം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ഈ കടപ്പുറം എന്ന് പറയുന്ന പഞ്ചായത്തില് ഒരു പ്രത്യേക പ്രദേശത്ത് ബുഖാറ എന്ന് പറയുന്ന പ്രദേശം തന്നെയുണ്ട്. അവിടെ എല്ലാം ഈ ബുഖാറയിൽ നിന്ന് വന്ന തങ്ങന്മാരാണ് താമസിക്കുന്നത്. ആ തങ്ങന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പള്ളിയുമുണ്ട്. ആ ആ ബുഖാറ തങ്ങന്മാര് ഒരുപക്ഷെ ഈ പറഞ്ഞ പാടൂര്, ഈ പറഞ്ഞ അഞ്ചങ്ങാടി, ഈ പറഞ്ഞ കടപ്പുറം, ഈ പറഞ്ഞ സ്ഥലങ്ങളിലും പിന്നെ മലബാറിന്റെ കുറേ പ്രദേശങ്ങളിലും ഈ ബുഖാറ തങ്ങന്മാർ അതിൽപ്പെട്ട ഒരാളാണ് ഈ ഖലീൽ ബുഖാരി എന്ന് പറയുന്ന തങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തങ്ങന്മാരും ഈ, അതായത് സെൻട്രൽ ഏഷ്യൻ പാരമ്പര്യമുള്ള തങ്ങന്മാരും കേരളത്തിൽ ധാരാളമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യമനി പാരമ്പര്യം മാത്രമല്ല, പക്ഷെ യമനി പാരമ്പര്യമുള്ള, ഹദ്രമൗത്ത് പാരമ്പര്യമുള്ള, അതായത് തരീം എന്ന് പറയുന്ന പിന്നെ വാണിജ്യ നഗരത്തിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയ, ഇവിടേക്ക് എത്തിയ ആളുകളാണ് ധാരാളമായി കേരളത്തിലെ തങ്ങന്മാരിലെ ബഹുഭൂരിപക്ഷവും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്നും അവരിവിടെ വന്നു, മലയാളികളായി, നമ്മളുടെ ഭാഗമായി, ഇവിടെ നിന്ന് വിവാഹം ചെയ്തു, തദ്ദേശീയരായി മാറി, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി അന്നും ഇന്നും സർവാംഗീകൃതരായി, സർവാദരണീയരായി, എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ആർജിച്ചവരായി ജീവിക്കുന്നു. അതിന്
ഈ ഇത്രയും നാളത്തെ ചരിത്രം പരിശോധിച്ചാൽ വിഘാതമായ ഒരു ഇടപെടലോ ഒരു നടപടിയോ ഒരു തങ്ങന്മാരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അതായിരിക്കാം ഈ തങ്ങന്മാരെ ഇത്രയും ആദരവോടെ കാണാൻ മലയാളി സമൂഹത്തെ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു. അതൊരു നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ശരിയാന്ന് സംഗതിയാണ്. തോന്നുന്നു. നമ്മുടെ അന്ന് മുതൽ മലയാളികളുടെ ചില തകരാറുകൾ അവർക്ക് ഇല്ലെന്ന് തോന്നുന്നു. അവര് കുറച്ചും കൂടെ അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇടപെടലും ഒരു ഇൻഫ്ലുവൻസും നമുക്ക് അത് ഏത് വിഷയത്തിലാകട്ടെ, അത് ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നതിലാകട്ടെ, ജനവിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിലാകട്ടെ, ജനങ്ങളുടെ ഹിതത്തിനും ആഗ്രഹത്തിനും എതിരായി പ്രവർത്തിക്കുന്നതാകട്ടെ, നിലവിലുള്ള രാഷ്ട്രീയവും സാമൂഹികവും ആയിട്ടുള്ള സംസ്കാരത്തെ മലിനപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിലാകട്ടെ, അതിനെ മഹത്വപ്പെടുത്തുന്നതല്ലാതെ ഒരു ഇടപെടലും തങ്ങന്മാരുടെ ഭാഗത്ത് നിന്ന് പണ്ട്. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, പണ്ട് അവര് ലോക്കൽസിനെ വിവാഹം ചെയ്യുമായിരുന്നു, ഇപ്പൊ അവരത് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാല് അവരെല്ലാം പുറത്തുനിന്ന് നമ്മുടെ തങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുള്ളോ? ആ അവരിപ്പോ അവരുടെ ഇടയിൽ കൂടുതൽ മാത്രം വിവാഹം കഴിച്ച് കൂടുന്ന ഒരു പ്രവണതയാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങിങ്ങായിട്ട് ചിലർ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇവരെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വിവാഹം കഴിച്ചതാണ് എന്നുള്ളതാണ് അതിന്റെ ഒറിജിൻ. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു പക്ഷേ അത് അവരുടെ ഒരു എന്താണ് കുടുംബം ഇങ്ങനെ ചിതറിപ്പോകാതിരിക്കാനുള്ളതാണോ എന്തെന്നൊക്കെ എനിക്കറിയില്ല. പക്ഷെ പണ്ട് അവരങ്ങനെയല്ലായിരുന്നു. ഇന്ന് അവർക്കിടയിൽ മാത്രം വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് സാർവത്രികമായിട്ട് കണ്ടുവരുന്നത്. ഈ പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മാറ്റത്തിനിടയ്ക്ക് സംഗതി നമ്മള് ഉം, പറയൂ. അല്ല, നേരത്തെ പറഞ്ഞ സംഗതി അടിവരയിട്ട് വരേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഈ ചരിത്രത്തിലെ അവരുടെ പോസിറ്റീവ് ഇൻവോൾവ്മെന്റ് എല്ലാ കാര്യങ്ങളിലും അവരുടെ ഇടപെടൽ വളരെ ഗുണാത്മകമായ എല്ലാ വിഷയങ്ങളിലും സമൂഹത്തിന് ഗുണപരമായ വിഷയങ്ങളിൽ മാത്രം ഇടപെടാനുള്ള അവരുടെ ഒരു സ്വഭാവ സവിശേഷത നമ്മളത് നമുക്ക് അവരോട് യോജിക്കാം, വിയോജിക്കാം, അവരെ വിമർശിക്കാം, എന്തും ചെയ്യാം, അവരുടെ പാരമ്പര്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാം. പക്ഷേ തങ്ങന്മാരുടെ സ്വഭാവത്തിൽ ഈ ഒരു സംഗതി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ശരിയാണ്. നമ്മൾ ഈ തങ്ങന്മാരുടെ കഥകൾ ഈ നാട്ടുകാർക്കിടയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതെല്ലാം കറാമത്തുകളാണ്. അല്ലേ? ഏതിപ്പോ നമ്മൾ പാണക്കാട് കുടുംബത്തിന്റെ കഥ പറഞ്ഞാലും, ജിഫ്രി കുടുംബത്തിന്റെ കഥ പറഞ്ഞാലും, ബാഫക്കി കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാലും അവരുടെ കുറേ കറാമത്തുകളാണ് നാട്ടുകാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. പക്ഷെ അവരുടെ ചരിത്രം അവർക്ക് കൃത്യമായി പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷേ കറാമത്തുകളുണ്ട്. ഈ കറാമത്തുകളിൽ ഭൂരിപക്ഷവും ഒരുപക്ഷെ കഥകൾ മാത്രമായിരിക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. ആളുകളുടെ അതിന് വിശ്വാസമല്ലേ, വിശ്വാസവുമായി ബന്ധപ്പെട്ടതായോണ്ട് അതെ ചിലവർക്ക് ഫീൽ ചെയ്യാം, തോന്നാം. ഇപ്പൊ അതെ എനിക്ക് അതെ അതെ ഇപ്പൊ അതെ വേറെ ആൾ എന്നോട് ചെയ്യുന്ന കറാമത്താന്ന് തോന്നിയാൽ അല്ല തോന്നാം. അത്രേ ഉള്ളൂ. അല്ല ഈ ഉദാഹരണമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ ടിപ്പു സുൽത്താൻ വന്നപ്പോൾ അവരെല്ലാരെയും ആഹാരം കഴിപ്പിച്ചത്. അത് പിന്നെ അല്ല, നമുക്ക് അതൊക്കെ ഒരാൾക്ക് കേട്ട് വിശ്വസിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കറാമത്തല്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്താ ദോഷം? പിന്നെ ഇപ്പൊ ചികിത്സയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്ത് ചില സാധനങ്ങൾ തരുമ്പോ നമുക്ക് സുഖം കിട്ടുന്നുണ്ടല്ലോ. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. അതെ 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 അതെ. ഒന്നുമില്ല. അല്ല, ഇവരൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ചികിത്സ, പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഇവരുടെ എല്ലാം ചികിത്സ എന്ന് പറയുന്നത്. പ്രാർത്ഥന ഇങ്ങനെ അവരെ എത്തുന്നു. നമ്മളെ മലപ്പുറത്തൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ പ്ലേറ്റിലൊക്കെ എഴുതി ഊതിയൊക്കെ തരില്ലേ? അപ്പൊ ആ ആ അതില് കഞ്ഞിവെള്ളം ഒഴിച്ച് നമ്മൾ ആ ആ കുടിക്കുമ്പോൾ ആ. ചിലപ്പോൾ നമുക്ക് സുഖം കിട്ടുമായിരിക്കാം. പക്ഷെ അത് ഈ പാണക്കാട് തറവാട്ടിൽ അങ്ങനെ പിഞ്ഞാണം എഴുതി കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാ. പക്ഷെ അവിടെ ഇപ്പൊ ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു സംഗതി ശിഹാബ് തങ്ങളുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഹൈദരലി ഊതിയൊക്കെ തങ്ങളുള്ളപ്പോൾ കൊടുക്കുമല്ലോ, കണ്ടിട്ടുണ്ട്. ഊതിയൊക്കെ കൊടുക്കുമല്ലോ ആളുകൾ. ഊതിയൊക്കെ കൊടുക്കും. പിന്നെ പ്രശ്നങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ ഉടനെ തന്നെ ഒരു മിനിറ്റ് പ്രാർത്ഥന. ഓക്കെ, ഇങ്ങനെ വന്ന് കുറേ വിഷയങ്ങൾ കേട്ടിട്ട് ഓക്കെ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവര് ഒരു 1-2 മിനിറ്റ് പ്രാർത്ഥിക്കുന്നു. പിന്നെ ചിലവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കുന്നതാണ്. ഇത് ചിലപ്പോൾ അത് പൈസ ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതൊക്കെ അവരൊരു മരുന്നായിട്ട് സ്വീകരിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് ഞാൻ അധികമായി കണ്ടിട്ടുള്ളത്. അല്ല, പിന്നെ അവര് ഇതായിട്ടാ പിന്നെ തോന്നുന്നത്. മന്ത്രിച്ചു വിശ്വാസമായി മന്ത്രിച്ചൂത് വരുന്നവര് അതെ അതെ വിശ്വാസികളല്ലേ. പക്ഷെ ഇത് നമ്മള് അവിടെ വന്നിട്ട് പോകുന്നവരോട് ചോദിച്ചാല് ഇതില് എല്ലാവരും സന്തുഷ്ടരാണ്. അവർക്കെല്ലാം ഫലം ഉണ്ടെന്നാണ് അവരൊക്കെ വിശ്വാസം. അതുകൊണ്ടാണല്ലേ അവരെല്ലാവരും വരുന്നത്. ജാതി മത ഭേദമന്യേ എല്ലാവരും വരുന്നത് അതാണ്. അങ്ങനെ അവരവരുടെ കയ്യിലുള്ളത് എന്തെങ്കിലുമൊക്കെ എടുത്താൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചിലപ്പോൾ പൈസ ആയിരിക്കും, അധികമൊന്നും കാണൂല, ഒരു 100 രൂപ 500 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പൈസ ആയിട്ട് കൊടുക്കുന്നത്. അതൊക്കെ അവര് അങ്ങനെ ഒരു അപ്പോൾ
അത് ഈ പൈസ കിട്ടിയിട്ട് അത് കൊണ്ട് മരിക്കുന്നത് വരെ ചെലവാക്കാതെ ആ പൈസ ജീവിക്കുന്നവരുണ്ട്. സൂക്ഷിച്ചിരിക്കുന്നവരെ എനിക്കറിയാം. അല്ല, അതിൽ നിന്ന് എനിക്കറിയാം. ബിസിനസ് ചെയ്ത് വലിയ പൈസ ഉണ്ടാക്കിയവരും ഒക്കെ ഉണ്ട്. അപ്പൊ വിശ്വാസം കൂടി ഉണ്ട് കൂടി ഉണ്ട് 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 വീട്ടിൽ വെക്കുമ്പോ ഉണ്ട് ഉണ്ട് ഐശ്വര്യം ഉണ്ട് ഉണ്ട്. വരുന്നതായിട്ട് അതെ 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 ഇത് അതെ അതെ അതെ. പ്രധാനമായിട്ടും അപ്പൊ വിശ്വാസമാണല്ലോ. അത്തരം കാര്യങ്ങളുടെ ശാസ്ത്രീയ അടിത്തറ എന്തെന്ന് ചോദിച്ചാൽ അതിനൊന്നും നമുക്ക് ഉത്തരമില്ല. പക്ഷെ ഇതൊക്കെയാണ് ആളുകൾ ചെയ്യുന്നത്. ഇതാണ് ഒരു യാഥാർത്ഥ്യം എന്നേ നമുക്ക് പറയാൻ പറ്റും. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഓർത്തൊരു കാര്യമാണ് ഈ തിരുവനന്തപുരത്തേക്കും ഇങ്ങോട്ട് ഭാഗത്തേക്കൊക്കെ ഈ തങ്ങന്മാരുണ്ടോ ഇല്ലേ? ഇപ്പൊ ബുഹാരി ഹോട്ടല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. അല്ലെ, ബുഹാരി ഹോട്ടലൊന്നും തങ്ങന്മാരുടെ അല്ല. ഞാൻ അല്ലാതെ കണ്ടത് ഉം, ഈ മലബാർ കഴിഞ്ഞാൽ പിന്നെ തങ്ങന്മാരുടെ സാന്നിധ്യം കൊല്ലം പ്രദേശത്ത് കുറച്ച് തങ്ങന്മാരുടെ സാന്നിധ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഉം. വളരെ അപൂർവമായിട്ടേ തങ്ങന്മാർ നമ്മുടെ തെക്കൻ മേഖലയിലുള്ളു. അതിൽ കൂടുതലായി തങ്ങന്മാരെ ഞാൻ കണ്ടിട്ടുള്ളത് കൊല്ലം പ്രദേശത്താണ്. അപ്പൊ പിന്നെ ഈ അതിൽ നിന്ന് തന്നെ തിരുവനന്തപുരം കൊല്ലത്തുള്ള മുസ്ലിങ്ങൾ എവിടെ നിന്നൊക്കെ വന്നവരാണ്? ഇത് പൊതുവെ ആ, കേരളത്തിലെ മുസ്ലിങ്ങളൊക്കെ ഒന്ന് തന്നെയാണോ അതോ തിരുവനന്തപുരമൊക്കെ ഡിഫറെന്റ് ആണോ? കൾച്ചറും എല്ലാം കുറച്ച് വ്യത്യാസമല്ലേ? അല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വന്നവരെന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളായിരിക്കുമല്ലോ. ആ. ഇപ്പൊ ഈ ഉദാഹരണം തന്നെ എടുക്കുക. ഉം. ജിഫ്രി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വളരെ കുറച്ചു പേരല്ലേ ഇവിടെ വന്നത്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ വിവാഹം കഴിച്ച് ഇവിടെ തന്നെ സന്തതി പരമ്പരകളായിട്ട് മാറിയവരാണല്ലോ. ഉം. പിന്നെ ആദ്യം കേരളത്തിൽ ഇസ്ലാം തീരപ്രദേശങ്ങളിലാണല്ലോ ഉണ്ടാകുന്നത്. പിന്നെയാണല്ലോ ഉൾനാടൻ പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നത്. പിന്നെ പിന്നെ ഈ ഈ പിന്നെ എന്താണ്, ജാതി ശ്രേണിയിൽ താഴെ നിൽക്കുന്ന ഒരുപാട് പേര് പെട്ടെന്ന് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ലാമിലേക്കും മറ്റ് ഏഹ്, എന്നാണ് അതിന് സാമൂഹികമായ ചില കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പോൾ പിന്നെ ഉള്ളത് ഈ സൈന്യത്തിൽ സേവനം ചെയ്യാനായിട്ട് പല പ്രോവിൻസിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ തമിഴ്നാട് പ്രോവിൻസിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കയറിയിട്ടുള്ള കച്ചവട ആവശ്യാർത്ഥം വന്നിട്ടുള്ള രാവുത്തർ എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട്. ദക്കിനി മുസ്ലിങ്ങളുണ്ട്. ദഖാൻ പ്രോവിൻസിൽ നിന്നും സൈന്യത്തിലേക്ക് സേവനം അനുഷ്ഠിക്കാനായിട്ട് വന്നവർ അങ്ങനെ വന്ന് ഒരു 99% അല്ലെങ്കിൽ ഒരു 95% മുകളിലും ഇവിടെ തന്നെയുള്ള തദ്ദേശീയരായ ആളുകൾ മതപരിവർത്തനം ചെയ്ത് അതിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള ആളുകളെയാണ് കേരളത്തിൽ നമുക്ക് കാണുന്ന ഈ നമ്മുടെ ജനസംഖ്യയിൽ ഒരു 80 ലക്ഷത്തിലധികം വരുന്ന വിഭാഗക്കാർ നമുക്ക് മുസ്ലിങ്ങളായിട്ട് കാണുന്നവരിൽ ഒരു 98-99% തദ്ദേശീയർ തന്നെയായിരിക്കും. പിന്നെ കച്ചവടാവശ്യാർത്ഥം വന്ന് ഇവിടെ സെറ്റിൽ ചെയ്തവരുണ്ടാകും. അത് തലശ്ശേരി ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അത്തരം ആളുകളുള്ളത്. പിന്നെ ഈ തങ്ങന്മാരെന്ന് പറയുന്നവർ ഇവിടെ വന്ന് ഇവിടെ വിവാഹം കഴിച്ച് ഇവിടെ തന്നെ ആയവരാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഇത്തരം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റൊക്കെ ഉള്ളത് വിദേശികൾ എന്ന് പറയാൻ പറ്റുന്നവർ വളരെ അപൂർവമായിരിക്കും. പിന്നെ ഈ തങ്ങന്മാര് വന്ന് സെറ്റിൽ ചെയ്തത് ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ്. ഒന്ന് ഈ പറഞ്ഞ കുറ്റിച്ചിറ, പിന്നെ വളപട്ടണത്ത്, പിന്നെ ഈ ബുഹാരി തങ്ങന്മാർ വന്ന് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ടവർ അങ്ങനെ അവർ പിന്നെ അവിടെ അങ്ങളിൽ വിവാഹം കഴിച്ച് പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറി. ഇപ്പോഴും നമുക്ക് മലബാറിൽ തങ്ങന്മാരുടെ സെറ്റിൽമെന്റുകൾ കാണാം. പിന്നെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലെ ബുഹാറ എന്ന് പറഞ്ഞ ആ, ബുഹാരി പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന തങ്ങന്മാരുടെ നേരത്തെ പറഞ്ഞല്ലോ പാരമ്പര്യത്തിൽപ്പെട്ട. തീരദേശത്തൂടെ ഇപ്പൊ കൊല്ലം തൊട്ട് കോഴിക്കോട് വരെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ കുറച്ച് സിമ്പിൾസ് കാണാം. അതെന്തൊക്കെയാണ്? ഈ പള്ളികളൊക്കെയാണോ അപ്പത്തെ? പ്രധാനമായിട്ടും പള്ളികളാണ്. പിന്നെ ആ, ഈ അന്നത്തെ വാണിജ്യ കേന്ദ്രങ്ങൾ നമുക്ക് കാണാം, അങ്ങാടികൾ കാണാം, ഉം. അന്ന് അവരുണ്ടാക്കിയിരുന്ന വെയർഹൗസുകൾ കാണാം. ഉം. ഏറ്റവും സജീവമായിട്ടുണ്ടായിരുന്ന ഇപ്പോൾ കൊല്ലത്ത് വന്ന ചിന്നക്കടയിലെ ആ പ്രത്യേക വെയർഹൗസുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെയൊക്കെ ധാരാളമായി അറബികൾ കച്ചവടത്തിന് എത്തിയിരുന്നു എന്നാണ് ഇബിന് ബത്തൂത്തയൊക്കെ പറയുന്നത്. അന്നത്തെ സഞ്ചാരിയിൽ മൊറോക്കൻ സഞ്ചാരിയായിരുന്ന ഇബിന് ബത്തൂത്ത അദ്ദേഹത്തിന്റെ രഹിലയിൽ കൊല്ലത്തെ പിന്നെ പിന്നെ കേരളത്തിലെ മൂന്നാമത്തെ പള്ളി കൊല്ലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതും തീരദേശത്താണ്. അതിനിപ്പോഴും പറയുന്നത് ജോനക പള്ളി എന്നാണ്. ജോനകൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്നാണ് അതിന്റെ അർത്ഥം. ഉം. ജോനക. അപ്പോ ആ ആ ജോനകപ്പുറം എന്നാണ് അതിപ്പോഴും അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ കായൽപട്ടണത്തിലേക്ക് ചെന്നാലോ, കായൽപട്ടണത്തിലേക്ക് ചെന്നാൽ 800 വർഷം 1100 വർഷം പഴക്കമുള്ള പള്ളികൾ ഇന്നും അങ്ങനെ തന്നെയുണ്ട്. 1000 കൽത്തൂൺ പള്ളി എന്നൊക്കെ പറയുന്ന പള്ളി. പിന്നെ ധാരാളം കായൽപട്ടണത്തെ ധാരാളം പള്ളികൾ നമ്മൾ കാണുന്നത് വളരെ പുരാതനമായ പള്ളികളാണ്. അപ്പൊ അത് ഏഹ്, യമനിൽ നിന്ന് വന്നവർ പലരും അവിടെ സെറ്റിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് പിന്നെ യാത്ര ചെയ്തിട്ടുണ്ടാവും. ഈ തീരപ്രദേശങ്ങൾ തന്നെയായിരുന്നു അവരുടെ എല്ലാം സ്ഥാനം. അതില്
നല്ലൊരു ശതമാനം കച്ചവടക്കാരാണ്. കച്ചവടക്കാരോടൊപ്പം വന്ന കച്ചവടക്കാരായതുകൊണ്ടായിരിക്കും തീരപ്രദേശത്തൂടെ അല്ലേ? തീരപ്രദേശങ്ങളിൽ വന്നത്. അതെ 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 കച്ചവടക്കാരല്ലേ അതെ എല്ലാ അതെ 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 അതെ. വ്യാപാരം നടത്തുന്നത്.